എറണാകുളം പിറവത്ത് നിന്ന് +2 വിദ്യാർത്ഥിയെ കാണാതായി. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? വീണ, ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പിറവം പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു വരികയാണ്. പിറവം സ്വദേശിയായിട്ടുള്ള അർജുൻ രഘുവിനെയാണ് ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നത്. ഈ കുട്ടി രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. +2 വിദ്യാർത്ഥിയാണ്. സ്കൂളിലേക്ക് പോയ കുട്ടി വൈകിട്ട് തിരികെ വരാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ ആദ്യം അന്വേഷണം നടത്തുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. കുട്ടി സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് CCTV ദൃശ്യങ്ങളടക്കം കുട്ടി ഒരു വഴിയിലൂടെ നടന്നു പോകുന്നതിൻ്റെ അടക്കമുള്ള CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ, എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നതിനൊപ്പം തന്നെ ഏത് തരത്തിലൊക്കെയാണ് ഈ അന്വേഷണം നടക്കുന്നത് കിരൺ? കാരണം പോലീസ് ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ പല വഴിക്ക് അന്വേഷിക്കാറുണ്ട്. ഇത് ഇപ്പോൾ ഇത്രയും രാവിലെ, ഇന്നലെ രാവിലെ പോയതാണ്, ഇന്ന് രാവിലെയായി, 24 മണിക്കൂറായിരിക്കുന്നു. കാണാതായിരിക്കുന്നു എന്ന് മനസ്സിലായിട്ട് അത്രയും സമയമായില്ല എങ്കിൽ പോലും ഈ കുട്ടി രാവിലെ പോയതാണ്. അപ്പോൾ CCTV പരിശോധിച്ച് അടക്കം സ്കൂളിലേക്കുള്ള വഴി അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴി, ആ ദൃശ്യങ്ങൾ, എനിക്ക് തോന്നുന്നത് CCTV ദൃശ്യങ്ങളാണ്, ആ കുട്ടി നടന്നു പോകുന്നത്. അപ്പോൾ ആ പോയ വഴികളൊക്കെയും പരിശോധിച്ചതിന് ശേഷവും എന്തെങ്കിലും തരത്തിലൊരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ടോ? വീണ, അത്തരമൊരു നിഗമനത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പറയുന്നില്ല. ഇന്നലെ രാത്രി വൈകി ആണ് ഈ സംഭവം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം കുട്ടിയെ കാണാതായതിനെ തുടർന്ന് തന്നെ വീട്ടുകാർ ആദ്യം അന്വേഷിക്കുകയായിരുന്നു. ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വീട്ടുകാർ അന്വേഷണം നടത്തിയിരുന്നു. പിന്നീടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതായാലും നാട്ടുകാരും ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളും ഈ കുട്ടിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. രാത്രി 8:45 കൂടിയുള്ള ചില ദൃശ്യങ്ങൾ, അതായത് രാത്രി വളരെ വൈകി ആണ് ഈ കുട്ടി നടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സ്കൂൾ ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പിറവം പോലീസ് നൽകുന്ന ഒരു വിവരം. ഈ കുട്ടി രാവിലെ മുതൽ തന്നെ ഈ ഇത്തരത്തിൽ മിസ്സിംഗ് ആണോ എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിച്ച് വരികയാണ്. ഏതായാലും കുട്ടി സ്കൂളിൽ വന്നതിന് ശേഷമുള്ള എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കിരൺ, ഇപ്പോൾ ഈ രാത്രി വൈകി ലഭ്യമായി എന്ന് പറഞ്ഞ CCTV ദൃശ്യങ്ങൾ അത് ഏതു ഭാഗത്തു നിന്നുള്ളതാണ്? വീണ, ഈ കാര്യങ്ങളൊന്നും ഒരു കൃത്യമായ ഒരു വിവരം അത് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഏതായാലും പോലീസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ ഏത് ഭാഗത്താണ് കണ്ടെത്തിയത് എന്ന കാര്യങ്ങളിൽ കൂടി കൂടുതലായിട്ട് ഇനി ഒരു വ്യക്തത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഓക്കെ, ശരി കിരൺ. ഏതായാലും അത് ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ്. കാരണം +2 വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി വൈകിയുള്ള ചില ദൃശ്യങ്ങൾ, ഒരു 8:30 കൂടിയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ആ കുട്ടി നടന്നു പോകുന്നുണ്ട്, സ്കൂൾ ബാഗ് അടക്കം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും വലിയ ആശങ്കയിലൂടെയാണ് ഈ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്.